നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നാവികരെ തൊട്ടാൽ അതാരായാലും ഏത് വമ്പനായാലും ഇന്ത്യ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. വൈറ്റ് ഹൌസിലേക്ക് വിളിച്ച് ഡൊണാൾഡ് ട്രംപിനെയും വിറപ്പിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലുകൾക്ക് നേരെ US നടത്തിയ ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിള്ളൽ വീണിരിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മൗനം പാലിച്ചെടുത്താണ് ജയശങ്കർ ചാടിയിറങ്ങിയത്. ജയശങ്കറിന്റെ പ്രതികരണത്തിന് മറുപടിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ രംഗത്ത് വന്നു. ജയശങ്കറും റൂബിയോയും തമ്മിൽ കടുത്ത വാഗ്വാദങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകൾക്കും ഇന്ത്യൻ നാവികരും ജീവനക്കാരുമുള്ള കപ്പലുകളും ആക്രമിക്കപ്പെട്ടാൽ കടുത്ത നടപടിയെന്നാണ് ജയശങ്കർ ആവർത്തിച്ചത്. അമേരിക്കയ്ക്ക് മാത്രമല്ല ഇറാനും ഇതേ താക്കീതാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി നൽകിയത്. ഹോർമുസിൽ ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകൾക്ക് നേരെ മുൻപ് IRGC ആക്രമണം നടത്തിയിരുന്നു. തൊട്ടടുത്ത നിമിഷം ഇറാനിലേക്ക് വിളിച്ച് ഭരണകൂടത്തെ വിറപ്പിച്ചു ജയശങ്കർ. പിന്നീട് ഇന്ത്യൻ കപ്പലുകൾ തൊട്ടിട്ടില്ല IRGC. സംഘർഷഭരിത മേഖലയായ ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന US സൈനിക ഉപരോധം ലംഘിക്കുന്നത് ഒരു തരത്തിലും വെച്ചുപൊറുപ്പിക്കില്ല എന്നാണ് മാർക്കോ റൂബിയോ തുറന്നടിച്ചത്. ശനിയാഴ്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് മാർക്കോ റൂബിയോ അമേരിക്കയുടെ നിലപാട് അറിയിച്ചത്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലുകൾക്ക് നേരെ US നടത്തിയ ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ വെള്ളിയാഴ്ചയായിരുന്നു കടുത്ത അതൃപ്തി അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് റൂബിയോയുടെ ഫോൺ കോൾ എത്തിയത്. US നടപടിക്കെതിരെ ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം വ്യക്തമാക്കിക്കൊണ്ട് ജയശങ്കർ തന്റെ ഔദ്യോഗിക X ഹാൻഡിലിൽ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി സംസാരിച്ചു. ഗൾഫ് മേഖലയിൽ US നാവികസേന നടത്തിയ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം ഞാൻ ആവർത്തിച്ചു. വാണിജ്യ കപ്പലുകൾക്കെതിരെയുള്ള ഇത്തരം മാരകമായ നടപടികൾ ഒട്ടും ന്യായീകരിക്കാനാകില്ല എന്ന് ജയശങ്കർ തന്റെ X അക്കൗണ്ടിൽ കുറിച്ചത്. ഇത് അമേരിക്കയെ വല്ലാതങ്ങ് ചൂടിപ്പിച്ചു. കാരണം ഇന്ത്യ അമേരിക്കയ്ക്ക് നേരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചതാണല്ലോ. ഇതാണ് മാർക്കോ റൂബിയോയെ അങ്ങ് പൊള്ളിച്ചതും തൊട്ടു പിന്നാലെ ജയശങ്കറിനെ വിളിച്ച് വിരട്ടാൻ നോക്കിയതും. എന്നാൽ വിരട്ടൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്നുള്ള കൃത്യമായ മറുപടിയാണ് ജയശങ്കർ കൊടുത്തത്. കപ്പലുകൾക്കും നാവികർക്കും സിവിലിയൻസിന് നേരെ ആക്രമണം ഉണ്ടായാൽ കയ്യും കെട്ടി ഞങ്ങൾ നോക്കിയിരിക്കില്ല എന്നായിരുന്നു ജയശങ്കർ തുറന്നടിച്ചത്. ഇന്ത്യ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയാണ് പലപ്പോഴും ഡൊണാൾഡ് ട്രംപിനുള്ളത്. എന്നാൽ ആ ധാരണകളെല്ലാം പലപ്പോഴും തെറ്റിച്ചുകൊണ്ട് കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുക്കാറുണ്ട് ജയശങ്കർ. ഇവിടെയാണ് നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ട്രംപിനെതിരെ ഒരക്ഷരം മിണ്ടാതിരിക്കുമ്പോൾ ജയശങ്കർ നല്ല ഒന്നാന്തരം മറുപടികൾ ട്രംപിനും ട്രംപിന്റെ ഭരണകൂടത്തിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള എണ്ണക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ലംഘിച്ചതിനും ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനുമാണ് കപ്പൽ ആക്രമിച്ചത് എന്നാണ് US സൈന്യത്തിന്റെ വാദം. എന്നാൽ തങ്ങൾക്ക് യാതൊരുവിധ മുന്നറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും കപ്പലിന് ഇറാനുമായി യാതൊരു ബന്ധവുമില്ല എന്നും കപ്പലിന്റെ മാനേജ്മെന്റ് കമ്പനി വ്യക്തമാക്കുന്നു. ഒമാൻ തീരത്ത് വെച്ച് പലാവു പതാകയേന്തിയ MT സെറ്റബെല്ലോ എന്ന എണ്ണ കപ്പലിന് നേരെ ഉണ്ടായ US ആക്രമണത്തിലാണ് ജീവനക്കാർ കൊല്ലപ്പെട്ടതും ഇന്ത്യ മറുപടി കൊടുത്തതും. ഈ കപ്പലിൽ ആകെ 24 ഇന്ത്യൻ നാവികരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 21 പേരെ വിജയകരമായി രക്ഷപ്പെടുത്തിയെങ്കിലും കാണാതായ 3 ജീവനക്കാരും പിന്നീട് മരണപ്പെട്ടതായി സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്ത്യൻ ജീവനക്കാരുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ മാരകമായ സൈനിക ബലം പ്രയോഗിച്ചതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് ന്യൂഡൽഹിയിലെ US ചാർജ് ഡി അഫയേഴ്സിനെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സമൻസ് അയച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. സിവിലിയൻ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമുദ്ര വാണിജ്യത്തിന്റെ സുരക്ഷയെയും സ്ഥിരതയെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ഇന്ത്യൻ ജീവനക്കാരുള്ള മർച്ചന്റ് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. മേഖലയിൽ എത്രയും വേഗം സമാധാനവും സുരക്ഷിതത്വവും തിരിച്ചു കൊണ്ടുവരുന്നതിനായി സൈനിക നടപടികൾക്ക് പകരം ചർച്ചകളും നയതന്ത്ര മാർഗങ്ങളും സ്വീകരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങിയതു മുതൽ ജയശങ്കർ ശക്തമായ ഇടപെടലുകളാണ് നടത്തുന്നത്. ഇസ്രയേലിലും ഇറാനിലും കുടുങ്ങിയിരിക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള നീക്കം ഉൾപ്പെടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ.
ഹോർമുസിൽ ഘോര യുദ്ധം നടക്കുമ്പോഴും ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷിതമായി പുറത്തേക്ക് വന്നതിന് ജയശങ്കറിന്റെ പങ്ക് വലുതാണ്. ഇസ്രയേലുമായും ഇറാനുമായും അമേരിക്കയുമായും നിരന്തരം അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. മുൻപ് ഇറാൻ ഇന്ത്യൻ കപ്പൽ ആക്രമിച്ച് തീക്കളി കളിച്ചിരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ജയശങ്കർ ഇറാൻ മന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി സംസാരിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. കടുത്ത ഭാഷയിലായിരുന്നു ഇറാനെ ജയശങ്കർ വിമർശിച്ചത്. എപ്പോഴും മയപ്പെട്ട് സംസാരിക്കുന്ന ആളാണെങ്കിലും ജയശങ്കർ ഇറാനെ അക്കുറി വിറപ്പിക്കുകയായിരുന്നു. ഹോർമുസിലും ഇറാൻ തുറമുഖത്തുമായി ഇന്ത്യയുടെ നിരവധി കപ്പലുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൈവിട്ടു പോകാതെ കരുതലോടെ നീങ്ങാൻ ജയശങ്കറിന് പ്രധാനമന്ത്രിയുടെയും മുന്നറിയിപ്പുണ്ട്. കാരണം ജയശങ്കർ അത്ര ചില്ലറക്കാരനൊന്നുമല്ല. അങ്ങ് വൈറ്റ് ഹൗസിൽ ചെന്നാലും ട്രംപിനെ കൂസാത്ത ആളാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് നേരെ താരിഫ് യുദ്ധവും കൊണ്ടുവന്ന ട്രംപിന് കണക്കിന് മറുപടി കൊടുത്തത് ജയശങ്കർ ആയിരുന്നു. ഇന്ത്യ പാക് യുദ്ധം ഞാൻ പറഞ്ഞാണ് അവസാനിപ്പിച്ചത് എന്ന് ഇന്ത്യയെ അപമാനിച്ചുകൊണ്ട് ട്രംപ് ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അങ്ങനെ ഇന്ത്യ പാക് വിഷയത്തിൽ മൂന്നാമതൊരു രാജ്യത്തിന്റെ ഇടപെടൽ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നും ആഭ്യന്തര കാര്യങ്ങളിൽ തലയിടരുതെന്നും ട്രംപിന് പിരിവെട്ടിച്ച മറുപടി കൊടുത്ത ആളാണ് ജയശങ്കർ. എല്ലാ രാജ്യങ്ങളോടും മികച്ച നയതന്ത്രം കാത്തു സൂക്ഷിക്കും. അത് രാജ്യത്തിന്റെ സംസ്കാരവും മറ്റൊരു രാജ്യത്തിന് കൊടുക്കുന്ന ബഹുമാനവുമാണ്. എന്നാൽ ചെറിയാൻ വന്നാൽ അതേ നാണയത്തിൽ തിരിച്ചും കൊടുക്കും. അതാണ് എസ് ജയശങ്കർ. 3 നാവികരുടെ മരണം ഇന്ത്യക്ക് നോവായി മാറുകയാണ്. വിശാഖപട്ടണം സ്വദേശിയും കപ്പലിലെ ചീഫ് എഞ്ചിനീയറുമായ പട്നാല സുരേഷ്, ഹിമാചൽ പ്രദേശ് ഹാമിപൂർ സ്വദേശി ആദിത്യ ശർമ്മ, ഉത്തർപ്രദേശ് ഡിയോറിയ സ്വദേശി ശിവാനന്ദ് ചൗരസ്യ എന്നിവരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ഈ മാസം തന്റെ 15ാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ നാട്ടിലെത്താനിരിക്കെയാണ് പട്നാല സുരേഷിനെ മരണം കവർന്നത്. ആക്രമണ സമയത്ത് കപ്പലിന്റെ ജനറേറ്ററിലെ തകരാർ പരിശോധിക്കാൻ എഞ്ചിൻ റൂമിലായിരുന്ന സുരേഷ് ഉൾപ്പെടെയുള്ള 3 ഇന്ത്യക്കാർക്കും രക്ഷപ്പെടാൻ ഒരവസരവും ലഭിച്ചില്ല എന്നാണ് വിവരം. മേഖലയിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ സുരക്ഷിതമായി മടങ്ങിയെത്തുമെന്നും നമുക്ക് വിവാഹ വാർഷികം ആഘോഷിക്കണം എന്നുമായിരുന്നു മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ സുരേഷ് ഭാര്യ ഭാർഗവിയോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ അവസാന വാക്കുകൾ. 2 മക്കളും മരണപ്പെട്ട സഹോദരിയുടെ 2 കുട്ടികളും അടങ്ങുന്ന 6 അംഗ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ചീഫ് എഞ്ചിനീയറായ സുരേഷ്. ഹിമാചൽ സ്വദേശിയായ 23-കാരൻ ആദിത്യ ശർമ്മ ആ കുടുംബത്തിലെ ഏക മകനായിരുന്നു. മറ്റുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്തിയപ്പോൾ എന്തുകൊണ്ട് തൻ്റെ മകൻ ഉൾപ്പെടെയുള്ള 3 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നും അവസാന നിമിഷങ്ങളിൽ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും ആദിത്യയുടെ പിതാവ് രാജേഷ് ശർമ്മ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിലെ ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത്. കൊല്ലപ്പെട്ട നാവികരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള അടിയന്തര നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളും വ്യക്തമാക്കി. ഇതിനിടെ US ഇറാൻ സമാധാന കരാർ ഒപ്പിടുന്ന സമയവുമായി ബന്ധപ്പെട്ട് അവ്യക്തത നിലനിൽക്കുന്നതിനിടെ ഖത്തറിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഞായറാഴ്ച ടെഹ്റാനിൽ എത്തിയതായി റിപ്പോർട്ടുകൾ. കരാറിൽ ഒപ്പുവെക്കുന്നതിന് ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനാണ് ഖത്തർ പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം. വെർച്വൽ ഒപ്പിടൽ പദ്ധതിക്ക് മുന്നോടിയായി ഇറാൻ നേതൃത്വം ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഈ സംഭവം. ഇറാനിൽ ആഭ്യന്തര എതിർപ്പ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നയതന്ത്ര നീക്കം. ഒരു വിഭാഗം വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിക്കെതിരെ ഇറാനിൽ കടുത്ത പ്രതിഷേധം ഉയർത്തുകയും അമേരിക്കയുമായി ചർച്ച ചെയ്യുന്ന ധാരണയിലെ നിബന്ധനകളെ വിമർശിക്കുകയും ചെയ്തു. ഇറാനുമായുള്ള സമാധാന ധാരണയിൽ ഞായറാഴ്ച വെർച്വലായി ഒപ്പിടുമെന്ന് അമേരിക്കയും മധ്യസ്ഥനായ പാകിസ്ഥാനും അറിയിച്ചിരുന്നു. എന്നാൽ ഇറാൻ ഇത് അംഗീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് IRGC ആണ് ഈ ഒരു സമാധാന ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. എന്നാൽ ഇറാൻ ഭരണകൂടം എത്രയും വേഗം ഒരു സമാധാന കരാറിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നത്. കാരണം പ്രതിസന്ധി രൂക്ഷമാണ്. ഹോർമുസ് അടഞ്ഞുകിടക്കുന്നതും വലിയ പ്രതിസന്ധിയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇറാൻ നേരിടുന്നുണ്ട്. യുദ്ധവുമായി മുൻപോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് അവർ സമാധാന കരാറിൽ ഒപ്പിടാൻ തയ്യാറാകുന്നതും. കരാർ അന്തിമമാക്കാൻ ഖത്തർ പ്രതിനിധി രാവിലെയാണ് ടെഹ്റാനിലേക്ക് പോയതായി റോയിട്ടേഴ്സ് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. പാക് മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ അന്തിമ ധാരണയ്ക്ക് ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനാണ് ഖത്തറിന്റെ നീക്കമെന്നാണ് വിവരങ്ങൾ. സംഘർഷം അവസാനിപ്പിക്കുക, ഇറാന്റെ ആണവ പദ്ധതി അഭിസംബോധന ചെയ്യുക, ഇറാനിയൻ തുറമുഖങ്ങൾക്കുള്ള US വിലക്ക് ഉടനടി പിൻവലിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള ഒരു സമഗ്ര ധാരണാ പത്രം പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ഇറാനും വ്യക്തമാക്കുന്നത്.
അതേസമയം സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നതിനായി US ഇറാനിയൻ പ്രതിനിധികൾ ഇന്നൊരു വെർച്വൽ മീറ്റിംഗ് നടത്തുമെന്ന് അൽ അറബിയ റിപ്പോർട്ട് ചെയ്തു. മധ്യസ്ഥത വഹിക്കുന്ന സർക്കാരുകളായ പാകിസ്ഥാനും ഖത്തറും യോഗത്തിൽ പങ്കെടുക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫും US വൈസ് പ്രസിഡന്റ് JD വാൻസും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അൽ അറബിയ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കരാർ ഒപ്പിട്ട ശേഷം ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നും സൗജന്യ യാത്ര അനുവദിക്കുമെന്നും റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു. ധാരണയിൽ ഒപ്പിട്ടാൽ ഇറാനിയൻ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധം ലഘൂകരിക്കുമെന്നും തുടർന്ന് ആണവ ചർച്ചകൾ നടക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇറാന്റെ ആണവ നിരായുധീകരണത്തിന് പകരം സംഘർഷം അവസാനിപ്പിക്കുന്നതിനും അതിന്റെ പരിസമാപ്തിക്കും ലബനനുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്കും മുൻഗണന നൽകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി വ്യക്തമാക്കി. ഇറാന്റെ തടഞ്ഞുവെച്ച ഫണ്ടുകൾ വിട്ടുകൊടുക്കുന്നത് ഏതൊരു കരാറിന്റെയും അഭിവാജ്യ ഭാഗമാകുമെന്ന് വക്താവ് കൂട്ടിച്ചേർത്തുവെന്ന് ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാൻ കുറെ നിബന്ധനകൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഈ കരാറിൽ അതൊക്കെ അമേരിക്ക അംഗീകരിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം തടഞ്ഞുവെച്ച ഫണ്ടുകൾ വിട്ടുകൊടുക്കുമോ? എന്തായാലും തുറമുഖങ്ങളുടെ കാര്യത്തിൽ ഒരു ആശ്വാസം ഇപ്പോൾ ഇറാന് കിട്ടിയിരിക്കുകയാണ്. ഒരു സ്വതന്ത്രമായി ഇറാന്റെ തുറമുഖങ്ങൾക്ക് പ്രവർത്തിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നീക്കം. അമേരിക്ക ഇസ്രയേലിനെ ചൊടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാനുമായി ഒരു സമാധാന കരാറിലേക്ക് എത്തുന്നത്. കാരണം ഇസ്രയേലിൻ്റെ ആവശ്യം ഇറാനെ തച്ചു ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഹോർമുസ് അടച്ചിടുന്നത് അതാണ് ഇറാന്റെ മുൻപിലുള്ള പിടിവള്ളി. ഇത് ലോകരാജ്യങ്ങളെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കും. ലോകരാജ്യങ്ങൾ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് എത്തും. ഇതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇപ്പോൾ ഈ യുദ്ധവുമായി കൂടുതൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇസ്രയേലിനെ വെറുപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഇറാനുമായി കരാറിലേക്ക് എത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.